ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 കൺവേർഷനാണ്. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ ആൻഡ് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. A binary number can be converted into its decimal equivalent by summing up product of each bit and its weight. ഒരു ബൈനറി നമ്പർ നമ്മുടെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആ ബൈനറി നമ്പറിന്റെ ഓരോ ബിറ്റിനെയും അതിന്റെ വെയിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഓരോ ബിറ്റിനെയും അതിന്റെ വെയിറ്റും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ പ്രൊഡക്റ്റ് കണ്ടിരിക്കുക, എന്നിട്ട് അതിനെ സം ചെയ്യുക, അതായത് അത് ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് 1101111 ഈ ബൈനറി നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് നോക്കാം. അറിയാം, ഇതിൽ എത്ര ബിറ്റുകളുണ്ട്? 6 ബിറ്റ്സ് ആണ് അല്ലേ. ഓരോ ബിറ്റിനും അതിൻ്റെതായിട്ടുള്ള വെയിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം വെയിറ്റ് നമ്മൾ ആ ബൈനറി നമ്പർ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5. ഇതാണ് അതിന്റെ വെയിറ്റ്. ഓരോ ബിറ്റിന്റെയും അപ്പം മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന് വരുന്ന വെയിറ്റ് എത്രയാണ്? 2⁵ ആണ്. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ബിറ്റ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. അതിൽ ഒരു ബിറ്റ് കുറഞ്ഞിട്ടായിരിക്കും ആദ്യത്തെ, അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ പവർ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? 1 × 2⁵ പ്ലസ് 1 × 2⁴ പ്ലസ് 0 × 2⁵ പ്ലസ് 1 × 2⁵ പ്ലസ് 1 × 2⁵1 പ്ലസ് 1 × 2⁵0. ഓക്കെ, ഓരോ ബിറ്റിന്റെയും വെയിറ്റിനെ നമ്മൾ ആ ബിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് സം ചെയ്തു, അത് ആഡ് ചെയ്തു. ഓക്കെ, 1 × 2⁵ എന്താ? 2⁵ എന്ന് പറഞ്ഞാൽ 32 ആണ്. ഓക്കെ, 1 × 2⁴ എന്ന് പറഞ്ഞാൽ 16, 2⁵3 എന്ന് പറഞ്ഞാൽ 8, 2⁵2 എന്ന് പറഞ്ഞാൽ 4, 2⁵1 എന്ന് പറഞ്ഞാൽ 2, 2⁵0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1 × 32 പ്ലസ് 1 × 16 പ്ലസ് 0 × 8 പ്ലസ് 1 × 4 പ്ലസ് 1 × 2 പ്ലസ് 1 × 1. 32 പ്ലസ് 16 പ്ലസ് 0 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1, that is 55/10. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, വെയിറ്റ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ വെയിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2⁻0 എന്നാക്കാൻ പറഞ്ഞത് 2⁻0 ആണ്, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5. ഇതിനെ ഈ പവറിനെ ഓരോ ബിറ്റ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ക്ലിയർ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 110010 ടു ഡെസിമൽ. ഇവിടെ എത്ര ബിറ്റാണ്? 7 ബിറ്റ്സ് ആണ്. അപ്പൊ അതിനൊന്ന് കുറയ്ക്കുക, അതായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ പവർ. ഇപ്പൊ 7 എന്നൊക്കെ 6 ആണ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2⁶ പ്ലസ് 1 × 2⁵5 പ്ലസ് 0 × 2⁴, 0 × 2⁵3, 0 × 2⁵2, 1 × 2⁵1, 0 × 2⁵0. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2⁶ എന്ന് പറഞ്ഞാൽ 16 ആണ്. 2⁶ പറഞ്ഞാൽ 2 × 2 × അങ്ങനെ 6 ടൈംസ് മൾട്ടിപ്ലൈ 2നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 64 ആണ് കിട്ടുക. പിന്നെ പ്ലസ് 32 പ്ലസ് 2. ഞാനിങ്ങനെ എടുക്കാൻ കാരണം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാം 0 ആണ്. നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട. നമുക്ക്
സീറോ അല്ലാത്ത മാത്രം എടുത്താൽ മതി. 64 പ്ലസ് 32 പ്ലസ് 2 98. എന്നിട്ട് എടുത്ത് എഴുതുക 110001 ബേസ് 2 ഈക്വൽ ടു 98 ബേസ് 10. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോന്നിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത്. ഇനി അതിന്റെ ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ കൺവേർഷൻ. ഇത് ഇതേപോലെ ways of binary fraction are negative powers of 2 for digits after the binary point. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഫ്രാക്ഷണൽ പോയിന്റിന്റെ ശേഷം ബൈനറി ഫ്രാക്ഷൻ പോയിന്റിന്റെ ശേഷമുള്ള ബിറ്റുകൾക്ക് പവർ മൈനസിലായിരിക്കും വരിക. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. 0.101. ഇതിന് ഇവിടുന്ന് കൊണ്ട് വരുന്നത് 2 - 1, 2 - 2, 2 - 3. ഓക്കെ, വെയിറ്റ് ഉണ്ടോ? 1 ന് 2 - 1, 0 ക്ക് 2 - 2, 1 ന് 2 - 3. നെഗറ്റീവ് പവേഴ്സ് ആണ് വരിക 2ന്റെ. ഓക്കെ, പോയിന്റിന് മുമ്പ് നമുക്കറിയാം 2 - 0, നമ്മുടെ മുമ്പ് 2 - 0, 2 - 1. അപ്പോൾ 2 - 0 കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും വരിക 2 - -1, -2, -3, -4, -5 അങ്ങനെ ആയിരിക്കും പോവാം. ഓക്കെ, ഇത് നമുക്ക് ഒരു കൺവേർട്ട് ചെയ്യാൻ നോക്കാം. 0.101 ഡെസിമലിലേക്ക് 1 × 2 - 1, 0 × 2 - 2, 1 × 2 - 3. ഓക്കെ, എന്തായിരിക്കും 1 × 2 - 1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, 2 - 2 എന്ന് പറഞ്ഞാൽ 1/4, 2 - 3 എന്ന് പറഞ്ഞാൽ 1/8. ഇവിടെ 1/2, 1 × 1/2 എന്ന് പറഞ്ഞാൽ 0.5, 0 × 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 1/4 0 ആയതുകൊണ്ട് 0 വരും. പിന്നെ 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. ഓക്കെ, ഇതിന്റെയും പവർ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2 - -1 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 2 - -2 എന്ന് പറഞ്ഞാൽ 0.25, 2 - -3 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. 2 - -4 എന്ന് പറഞ്ഞാൽ 0.0625 ആണ്. 2 - -5 എന്ന് പറഞ്ഞാൽ 0.03125 ആണ്. ഇത് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് നോക്കിക്കാൻ പറ്റും. എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. 0.5 + 0 + 0.125, 0.625, 0.101 base 2 = 0.625 base 10. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് രണ്ടും കൂടെ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 1101.11 base 2 to decimal. അറിയാം, ഇവിടെ പവർ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ പവർ ഇവിടെ 4 ബിറ്റാണുള്ളത്. ഫ്രാക്ഷണൽ ബൈനറി ഫ്രാക്ഷണൽ പോയിന്റിന്റെ മുമ്പ് 4 ബിറ്റ്. അപ്പോൾ മാക്സിമം വേണ്ടി 3 ആയിരിക്കും പവർ അല്ലേ. അപ്പോൾ 1 × 2 = 3, 1 × 2 = 2, 0 × 2 = 1, 1 × 2 = 0. ഓക്കെ, പോയിന്റ് പിന്നെ 1 × 2 - 1, 1 × 2 - -2, 1 × 8, 1 × 4 plus 0 × 2, 1 × 1 plus 1 × 1/2, 2 - -1 എന്ന് പറഞ്ഞാൽ 1/2, 1 × 1/4, 8 plus 4 plus 1 plus 0.5 plus 0.25, 13.75. 1101.11 base 2 equal to 13.75 base 10. Okay, അടുത്തൊരു എക്സാമ്പിൾ എടുക്കുക. ഡെസിമൽ ഇക്വലന്റ് ഓഫ് 110. ഓക്കെ, പവർ ഇവിടെ ഇനിയൊക്കെ ബിറ്റുകൾ ഒന്ന് കുറച്ചിട്ടാണ് പവർ ആദ്യത്തെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ പവർ വരിക എന്ന് പറഞ്ഞു. ഇവിടെ 6 ബിറ്റ്സ് ആണുള്ളത്. 2⁵ തുടങ്ങും. ഓക്കെ,
59.15 ആണ് വരുന്നത്. എന്നിട്ട് നമുക്ക് എടുത്ത് എഴുതുക 111.011.001 base 2 equal to 59.125 base 10. ഓക്കെ, ഇതാണ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. അടുത്ത നമുക്ക് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ഇത് നമുക്കറിയാം. നേരത്തെ ബൈനറി നമ്മൾ 2ന്റെ പവറിന്റെ ബൈനറിന്റെ ഓരോ ബിറ്റിനെയും 2ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അത് ആഡ് ചെയ്തു. ഇവിടെ ഒക്ടൽ ആയതുകൊണ്ട് അതേ കാര്യം 8ന്റെ പവേഴ്സ് കൊണ്ട് ചെയ്യണം എന്നുള്ളൂ, ഒരു വ്യത്യാസമുള്ളൂ. ഓരോ ഡിജിറ്റിനെയും അതിന്റെ പവർ കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. An octal number can be converted into its decimal equivalent by summing up the product of each octal digit and its weight. ഓക്കെ, ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് കാണുക, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ വെയിറ്റ് നോക്കുക. 8⁻²1 ആണ്. 8⁻1 8⁻0 ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നമ്പർ നോക്കുക. കൺവേർട്ട് 157 base 8 to decimal. ഓക്കെ, ഇവിടെ നോക്കുക 3 ഡിജിറ്റ് ആണുള്ളത്. അപ്പൊ എന്തായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ ഡിജിറ്റിന്റെ MSBന്റെ പവർ എന്തായിരിക്കും, വെയിറ്റ് എന്തായിരിക്കും? 8⁻2 ആയിരിക്കും അല്ലെ. 1 into 8⁻2, 5 into 8⁻1 plus 7 into 8⁻0. 64 plus 40 plus 7 equal to 111. 157 base 8 equal to 111 base 10. ഓക്കെ, ഈ പവേഴ്സ് നോക്കുക, നേരെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ സം ചെയ്യാം, പ്രൊഡക്റ്റുകളെ സം ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസം കൺവേർട്ട് 1005 base 8 to decimal. ഇതിന്റെ വെയിറ്റ് നോക്കുക. ഇവിടെ 4 ഡിജിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഒന്ന് കുറയ്ക്കുക, 8⁻3 ആയിരിക്കും. 1 8⁻3 8⁻2 8⁻1 8⁻0. ഓക്കെ, കൺവേർട്ട് ചെയ്യുന്നത് 1 into 8⁻3 plus 0 into 8⁻2 plus 0 into 8⁻1 plus 5 into 8⁻0 equal to 512 plus 5. കാരണം 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 517 ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഒക്ടൽ ഫ്രാക്ഷൻ ടു ഡെസിമൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രാക്ഷണൽ പോയിന്റിന്റെ ശേഷമുള്ള ഡിജിറ്റുകൾക്ക് നെഗറ്റീവ് പവേഴ്സ് ആണ് വരിക. ഏതിന്റെ? 8ന്റെ നെഗറ്റീവ് പവേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മളിവിടെ 0.25 base 8 ഇതായിരിക്കും. 2 into 8⁻⁻1 plus 5 into 8⁻⁻2 equal to 2 into 1/8 plus 5 into 1/64. ഓക്കെ, 8⁻1 എന്ന 1/8 ആണ്. 8⁻⁻2 എന്ന് പറഞ്ഞാൽ 1/8 സ്ക്വയർ ആയിരിക്കും വരിക. ഓക്കെ, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 into 8 64 ആണ്. 5 into 1/64. 2 into 0.125 ആണ്. പ്ലസ് 5 into നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് വരുന്നത്. അതിനകത്ത് 0.32815 കിട്ടും. 0.25 base 8 equal to 0.32815 base 10. ഇതായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് രണ്ടും കൂടെ വരുന്നത് നോക്കാം. കൺവേർട്ട് 346.23 base 8 to decimal. അറിയാം 3 ഡിജിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് പവർ 8⁻2
ആയിരിക്കും വരിക. 3 into 8 raised to 2 plus 4 into 8 raised to 1 plus 6 into 8 raised to 0. ഫ്രാക്ഷണൽ പോയിന്റിന്റെ ശേഷമുള്ള 2 into 8 raised to minus 1, 3 into 8 raised to minus 2. അത് പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിനെ സം ചെയ്യാം. 3 into 64 plus 4 into 8 plus 6 into 1 plus 2 into 1 by 8, 3 into 1 by 64. നമുക്ക് കിട്ടുന്ന ആൻസർ 230.29689. ഓക്കെ, 346.23 base 8 equal to 230.29689 base 10 ആണ്. ഓക്കെ, ഒരേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ഇവിടെ എന്തായാലും ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേ തന്നെ ഇവിടെ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പ്രൊഡക്റ്റ് കാണുക, വെയിറ്റും ഡിജിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് കാണുക. ആ പ്രൊഡക്ട്സിനെ നമ്മൾ സം ചെയ്യാം. Okay, an hexadecimal number can be converted into its decimal equivalent by summing up the product of each hexadecimal digit and its weight. Okay, ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും അതിന്റെ വെയിറ്റ് കൊണ്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ പ്രൊഡക്ട്സിന്റെ സം ആയിരിക്കും എന്ത് ഒരു ഡെസിമൽ ഇക്വലന്റ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം 16ന്റെ പവേഴ്സ് ആയിട്ടും വെയിറ്റ് വരുന്നത്. Okay, if convert AB base 16 to decimal, ഇവിടെ 2 ഡിജിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് വെയിറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിന്റെ വെയിറ്റ് ഒന്ന് കുറച്ചാൽ മതി. ഡിജിറ്റിന്റെ എണ്ണത്തൊന്ന് കുറച്ചാൽ എന്തായിരിക്കും 1 ആയിരിക്കും. 10 into 16 raised to 1 plus 11 into B എന്ന് പറഞ്ഞാൽ അറിയാം 11 ആണ്, A എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. 10 ആണ് വരിക, B എന്ന് പറഞ്ഞാൽ 11 ആയിരിക്കും വരിക. 16 raised to 0, 160 plus 11 equal to 171. ഓക്കെ, A എന്ന് പറഞ്ഞ നമ്പർ 10 ആണ്, B 11 ആണ്. നമുക്കറിയാം C 12, D 13, E 14 and F 16 ആണ് ഹെക്സാഡെസിമൽ വരുന്നത്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ 2D5 16 to decimal. ഓക്കെ, അറിയാം 3 ഡിജിറ്റ് ആയതുകൊണ്ട് ആദ്യത്തെ പവർ വരിക 2 ആയിരിക്കും. 2 into 16 raised to 2 plus 13 into D എന്ന് പറഞ്ഞാൽ 13 ആണ്, into 16 raised to 1 plus 5 into 16 raised to 0. 512 plus 208 plus 5 725. ഓക്കെ, ഇവിടെ അതിന്റെ പവേഴ്സ് നമ്മൾ കൊടുക്കുന്ന വെയിറ്റും ഹെക്സാഡെസിമൽ ഡിജിറ്റും. ഓക്കെ, എന്നിട്ട് എടുത്തത് 2D5 base 16 equal to 725 base 10. ഓക്കെ, ഇനി ഹെക്സാഡെസിമൽ ഫ്രാക്ഷൻ ടു ഡെസിമൽ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹെക്സാഡെസിമൽ ഫ്രാക്ഷൻ ഏത് ഫ്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഫ്രാക്ഷണൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ പവേഴ്സ് എന്തായിരിക്കും, നെഗറ്റീവിലായിരിക്കും. -1, -2, -3 അങ്ങനെ റൈറ്റിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കണ്ടിട്ട് പോയിന്റ് C3 base 16 to decimal. ഓക്കെ, എന്തായാലും വരിക C എന്ന് പറഞ്ഞാൽ 12 ആണ്, 12 into 16 raised to -1 plus 3 into 16 raised to -2. ഓക്കെ, 12 into 1 by 16 plus 3 into 1 by 256. 16 സ്ക്വയർ ആണ്. 1 by 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 ആണ്. 1 by 256 ആണ് വരിക. 0.75 plus 0.01172 equal to 0.76172. Okay, point C3 base 16 equal to 0.76172 base 10 ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ഉള്ളത് നമുക്ക് നോക്കാം. ഫ്രാക്ഷണൽ പോയിന്റും കൂടെ ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Find the decimal equivalent of D47.5E base 16. വരിക എന്തായാലും വരിക D into 16 raised to 2, 4 into 16 raised to 1,
7 into 16 raised to 0 plus 5 into 16 raised to minus 1 e into 16 raised to minus 2. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3399.36719 base 10 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ബൈനറി ടു decimal, octal to decimal and hexadecimal to decimal. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ദിവസം ഞാൻ ക്വസ്റ്റ്യൻസ് വേറെ